എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എപ്പോഴും എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങളും സന്തോഷങ്ങളും പല പല കാര്യങ്ങളും അങ്ങനെ ഇടകലർന്നതാണ് നമ്മുടെ ജീവിതം അല്ലേ? അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ കൂടിയും എല്ലാ നെഗറ്റീവിലും നമ്മളൊരു പോസിറ്റീവ് കണ്ടെത്തി മുന്നോട്ട് പോകണം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് വന്നേക്കണ കാര്യം ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എങ്കിലും അവിടെ കുറച്ച് വിശദമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഒരു രണ്ടാഴ്ചയായിട്ട് വല്ലാത്തൊരു വിഷമത്തിൽ കൂടിയാണ് മനസ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു വിഷമാണിത്. എൻ്റെ ജീവിതത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഇത് അനുഭവിക്കാറുണ്ട്. നമ്മളെ വിട്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലെ തന്നെയാണ് കേട്ടോ എനിക്ക്. എല്ലാ മൃഗങ്ങളും എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. ഒരു ചെടി നശിച്ചു പോയാൽ പോലും എനിക്ക് വല്ലാത്ത വിഷമാണ്. കുറേ ദിവസമായിട്ട് ജൂലിക്കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാനത് ഒന്നും പറയാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം പറയാം എന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇനി അവളിവിടെ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഇനി അവൾ തിരിച്ചു വരുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഷോർട്ട് വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്താ പറയുക, പടക്കം പൊട്ടി പേടിച്ചൊന്നും അല്ല കേട്ടോ അവൾ ഇവിടുന്ന് പോയത്. വിഷുവിന് ഈ പ്രദേശത്തുള്ളവർ വളരെ കുറച്ച് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പിത്തിരി അങ്ങനത്തെയൊക്കെയാണ്, പൊട്ടുന്നതൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായില്ല. കാരണം എല്ലാവർക്കും അവളെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആരും അധികം അങ്ങനെ പൊട്ടുന്ന പടക്കങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായില്ല. വളരെ കുഞ്ഞായപ്പോൾ മുതൽ അവൾ എൻ്റെ അടുത്ത് വന്ന്, നിങ്ങളെൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും, അവളുടെ അമ്മ എനിക്ക് കൊണ്ടുവന്നതാണ്. അവളുടെ അമ്മയും പോയി, കൂടെയുള്ളവരും പോയി. അതിനുശേഷം അവൾ മാത്രമാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. അവൾ എന്തെല്ലാം കുരുത്തക്കേടും കുറുമ്പുകളും ഒക്കെ ചെയ്തു കേട്ടോ. എല്ലാവരുടെയും ചെരുപ്പുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് എല്ലാവരുടെയും പരാതികളും ഒക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എന്തെല്ലാം വേസ്റ്റുകളാണെന്നറിയോ അവളിവിടെ വലിച്ചു കൊണ്ട് പുറകു വശത്തിടാറ്. അതെല്ലാം ഞാൻ എടുത്തു കളയും. കാരണം അവൾ കുട്ടിയല്ലേ, അവൾക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് അവളോടെല്ലാം ഞാൻ ക്ഷമിച്ചു. ഈ പ്രദേശത്തെ എല്ലാവരും അവളോട് ക്ഷമിച്ചു കേട്ടോ. ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങൾ അവളെ ഒന്നും ചെയ്യരുത്, അവൾ ചെറിയ കുട്ടിയല്ലേ, കുറച്ച് വലുതാകുമ്പോൾ അവൾ നല്ല കുട്ടിയാവും എന്ന് പറഞ്ഞ് എല്ലാവരോടും അവൾക്ക് വേണ്ടി ഞാൻ വാദിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. വൃത്തികെട്ട പല വേസ്റ്റുകൾ പോലും, എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ളത് പോലും അവൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം അവൾ ഒരു എന്താ പറയുക, ഒരു ഡോഗല്ലേ, അവൾക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ എടുത്തുകൊണ്ട് വരാൻ തോന്നും. അതൊക്കെ ഞാൻ എന്ത് പാടുപെട്ടാണെന്നറിയോ ഒക്കെ എടുത്ത് കളഞ്ഞേക്കണം. എന്നിട്ട് ഞാൻ അവളെ ഒന്നും ചീത്ത പറയുകയോ ഒന്നും ചെയ്യാതെ അവളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി. കാരണം അവൾക്ക് അമ്മയില്ലല്ലോ, അവൾക്ക് വേണ്ട ഫുഡുകളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ക്രമേണ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഓമനയായിട്ട് അവൾ മാറി. എല്ലാവർക്കും അവൾ വേണം, എല്ലാവരും ഫുഡ് കൊടുക്കും, എല്ലാവരുടെ വീടിൻ്റെ മുമ്പിലും വെള്ളം വയ്ക്കും. അങ്ങനെ അവൾ സന്തോഷത്തോടെ വരുന്ന സമയത്താണ് എല്ലാവരും പറഞ്ഞത് അവൾക്ക് ഇനി കുട്ടികളുണ്ടായാൽ അവളെ എല്ലാവരും ഓടിക്കും എന്നെല്ലാവരും പറഞ്ഞു. എനിക്കും തോന്നി. അങ്ങനെയാണ് ഞാൻ ദയയുടെ സഹായത്തോടു കൂടി, വളരെ കഷ്ടപ്പെട്ടാണ് അവളെ വീടിനകത്തേക്ക് പോലും വരാത്ത ആളെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അകത്ത് വന്ന് അവളെ ഞാൻ അതിന് ദയയുടെ സഹായത്തോടു കൂടി സർജറിക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. അവളെ എല്ലാവരും നന്നായിട്ട് നോക്കി. അവൾക്കൊരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. നല്ല മിടുക്കിയായിട്ട് അവളിരുന്നു. അവൾ ദൂരേക്കൊന്നും പോകാറില്ല. ഈ സർജറി കഴിഞ്ഞാൽ സാധാരണ ദൂരേക്ക് പോവില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ആ ഒരു വിശ്വാസത്തിൽ ഞാനും മുന്നോട്ട് പോയി. എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ ഞാൻ അടുത്തുള്ളൊരു ഫുഡ് കൊടുക്കുമെങ്കിൽ കൂടി അവരോട് ഒന്നും കൂടി പറഞ്ഞേൽപ്പിക്കും. പാലും ബിസ്ക്കറ്റും ഫുഡും ഒക്കെ അവരെ കൊടുക്കും ഞാൻ. അപ്പോൾ അവർ പറയും വേണ്ട, ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയും. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷുവിൻ്റെ പിറ്റേ ദിവസം അവളെ കാണാതാവണത്. ഞാനപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അടുത്ത വീട്ടിലെ രേഖയുടെ വീട്ടിലാണ് അവളെപ്പോഴും കിടക്കണത്. അവൾക്ക് നേരത്തെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ആ ഡോഗ് മരിച്ചു പോയതിന് ശേഷം കൂടൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ് ഇവളെ. അവളെപ്പോഴും കൂട്ടിലൊന്നും കയറില്ലെങ്കിലും അവിടെ 2-3 വീടുകളിലായിട്ടാണ് എപ്പോഴും കിടക്കണത്. അപ്പോൾ ഞാൻ രേഖയോട് ചോദിച്ചപ്പോൾ രേഖയുടെ അമ്മ പറഞ്ഞു, അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാ ദിവസവും അവൾ കൂടെ പോകാറുണ്ട്, എന്നിട്ട് തിരിച്ചു പോരും, റോഡ് ക്രോസ് ചെയ്ത് പോകാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വിഷുവിൻ്റെ പിറ്റേ ദിവസം അവർ അമ്പലത്തിൽ പോയ സമയത്ത് അവൾ കൂടെ ചെന്നിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടി പുറകിലേക്ക് നടന്നു പോയി എന്ന് പറഞ്ഞു. പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്, അങ്ങോട്ടേക്ക് നടന്നു പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ പിന്നെ അവളെ കണ്ടിട്ടില്ല കേട്ടോ. അതൊരു വല്ലാത്ത സങ്കടമായി. പിന്നെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് അവളെ കാണാനില്ല. 19-ാം തീയതി എൻ്റെ മോളെ 7-ാം മാസം പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വന്നില്ലല്ലോ. അപ്പോൾ അവൾക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് പോയി. ഫുഡ് വെച്ചാലും ഉറുമ്പ് വരും, അതുകൊണ്ട് വെച്ചില്ല. വന്നാൽ തന്നെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാനും പോയി. 19-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് വന്ന് 6 മണിക്ക് ആണ് ഞങ്ങൾക്ക് വീടിനൊക്കെ കയറേണ്ടത്. അങ്ങനെ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ഇടിവെട്ടും മഴയും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സമയമായിരുന്നു കേട്ടോ. ആ സമയത്താണ് ജൂലി വീണ്ടും തിരിച്ചു വന്നത്. അപ്പോൾ ചിണ്ടനാണ് കാണിച്ചു തന്നത്. ചിണ്ടൻ ഇങ്ങനെ
ആകാംക്ഷയുടെ പുറത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോഴാണ് കേട്ടോ ജൂലി വന്നു. സന്തോഷം. പക്ഷെ അവൾക്ക് കാലിന് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു, ഇടിവെട്ടും മഴയും. ഞാൻ പുറത്തേക്ക് പോകാൻ പോയപ്പോൾ എന്നെ എല്ലാവരും ചീത്ത പറഞ്ഞു, ഇടിവെട്ട് കൊള്ളും, ഈ മഴയത്ത് പുറത്തിറങ്ങരുത്. എങ്കിലും ഞാൻ അവളെ നോക്കി, പിന്നെ അവളെ കണ്ടില്ല. കുറേ മഴ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വന്നു. അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലെ രേഖയും ഹസ്ബൻഡും ഒക്കെ വന്നു. അവർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട്. അവൾക്ക് കാലിന് ഇങ്ങനെ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. അവൾ ആരെങ്കിലും അടിച്ചതാണോ അല്ല അവളെ വണ്ടി ഇടിച്ചതാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കത് അവൾ തൊടാനൊന്നും അവൾ സമ്മതിക്കില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അവർ കരയായിരുന്നു. കാരണം അവർ അത്ര ഇഷ്ടമായിരുന്നു അവളെ. കൂടൊക്കെ തുറന്നു കൊടുത്ത് അതിൽ കയറി കിടക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവൾ എന്ത് ചെയ്താൽ അങ്ങനെ വരില്ല കേട്ടോ. കുറച്ച് നേരം നോക്കിയിട്ട് വീണ്ടും പോയി. അങ്ങനെ പിന്നീട് അവളെ അവിടെ കാണാനില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അവളെ പിന്നെ എവിടെയും കാണാനില്ല. അവളെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലങ്ങളില്ല. ഞാൻ പുഴയുടെ സൈഡിൽ കൂടി പോയിട്ട് ആരും അറിയാതെ, കാരണം അങ്ങോട്ടൊക്കെ വലിയ അപകടം പിടിച്ച സ്ഥലമാണ്, ഒന്നുമില്ലെങ്കിൽ പുഴയിലേക്ക് വീഴും അല്ലെങ്കിൽ പാമ്പ് കടിക്കും. എന്നിട്ടും ഞാൻ അതിൽ കൂടിയൊക്കെ പകൽ പോയി അന്വേഷിച്ച് ഒരു അനക്കം കാണുമ്പോഴേക്കും അവളാന്ന് ഓർത്ത് ഞാൻ അന്വേഷിച്ച് നടന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നടന്നു. അവളെ കാണാനേ ഇല്ല. അവൾ എവിടേക്ക് പോയെന്നറിയില്ല. വീണ്ടും ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം രേഖയുടെ വീട്ടിലാണല്ലോ എപ്പോഴും പോണത്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും, അവളവിടെ വന്നോ ഇല്ല, അവളെ കാണാനില്ല ചേച്ചി, അവൾക്ക് വാങ്ങിച്ചു വെച്ച ബിസ്ക്കറ്റും എല്ലാം വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവരും സങ്കടപ്പെട്ടു കേട്ടോ. ഞാനും അതെ, എത്ര ബിസ്ക്കറ്റാണ് ലുലു പോയപ്പോൾ അവൾക്ക് വാങ്ങിച്ചത്, മധുരം ഇല്ലാത്ത ബിസ്ക്കറ്റേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു വെച്ചേക്കാണ്. അങ്ങനെ അവളുടെ പാത്രവും സാധനവും ഒക്കെ ഞാൻ എടുത്ത് കഴുകി വെച്ചു. കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഇത്ര ദിവസമായില്ലേ, ഇനി അവൾ വരുമോ എനിക്ക് അറിഞ്ഞുകൂടാ. അവൾ അഥവാ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇതെല്ലാം ചിന്തിച്ച് നമ്മുടെ ആരോഗ്യം കളഞ്ഞാലേ, എനിക്കിപ്പോൾ എൻ്റെ മോളുടെ ഡെലിവറിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അവളെ നോക്കാനൊക്കെ പോകേണ്ടതല്ലേ. ഇത്ര ദിവസവും ഞാൻ പറയാണ്ടിരുന്ന എൻ്റെ മനസ്സൊന്ന് ശാന്തമാവാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്ക് സങ്കടം കൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്കും വിഷമമാവുമെന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും അവളെ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഷോർട്ട് വീഡിയോയിൽ മുഴുവനും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ജൂലിയെപ്പറ്റി ഇത്രേ പറയാനുള്ളൂ കേട്ടോ. അവൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സുഖമായിട്ടിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവൾ ഉണ്ടാവും എന്നറിയാം. തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വരട്ടെ, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.